ചോദിക്കണമെന്ന് വിചാരിച്ചതാ. രണ്ടുപേരെയും കണ്ടിട്ട് നല്ല മുഖപരിചയം. നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണോ? അതെ, ഞങ്ങൾ ഇവിടെ അടുത്തുള്ളതാ. നിങ്ങളോ? ഞങ്ങള് പണ്ടേ മുതൽ ഇവിടെ ഈ നാട്ടുകാർ തന്നെയാ. കണ്ടു മറന്ന ഒരു മുഖം പോലെ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കും അങ്ങനെ തോന്നി, പ്രത്യേകിച്ചും മോനെ കണ്ടപ്പോ. എല്ലാം ഭഗവാന്റെ മായയാണല്ലോ. കാണാത്തത് കണ്ടെന്നും കണ്ടിട്ടില്ലാത്തത് കണ്ടെന്നും ഒരുപോലെ എത്രയോ പേരുണ്ടല്ലേ. എന്താണീ നോക്കുന്നത്? എടോ, ഇവിടെ എനിക്ക് നോക്കാനേ ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്നെയാണ് നോക്കുന്നതെന്ന് തനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? താൻ വലിയ സുന്ദരനാണെന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാ. ശരിക്കൊന്ന് കണ്ണടി ചെന്ന് നോക്ക്. കണ്ടത്തിൽ വെക്കുന്ന കോലമില്ലേ, അതുപോലെ തന്റെ മോന്ത. അയ്യോ, ഒരു ദേവസുന്ദരി വന്നിരിക്കുന്നു. ഒരു മരക്കോൽ എടുത്തു വെച്ച് അതിൽ സാരി ചുറ്റിയതുപോലുണ്ട്. എടോ, തന്നെ ഞാനുണ്ടല്ലോ. എന്താ ഇത്? നമുക്ക് പോവാമേ, അല്ലെങ്കിൽ നടയിൽ വെച്ച് ഒരു കൊലപാതകം എനിക്ക് ചെയ്യേണ്ടി വരും. കൊലപാതകം? കൊലപാതകം നീ? ഇനി ഇതെന്താ ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും ഒന്ന് പോയാ മതി ഇവിടുന്ന്. ഇടമോനെ, നീ ആ മാല കൊണ്ടുപോയിട്ട് ആ കൊടിമരത്തിന്റെ താഴെ വെയ്. എന്നിട്ട് ആ പോയ പെണ്ണ് പോലെ, അല്ല നിന്റെ മനസ്സിലുള്ള പെണ്ണിനെ പോലെ ഒരാളെ കിട്ടാൻ പ്രാർത്ഥിക്ക്. എന്നിട്ട് നീ മാല അവിടെ കൊണ്ടുപോയി. എന്തിന് പ്രാർത്ഥിച്ചിട്ട്? ഇതുപോലെ ഒരുത്തിയാണ് വന്ന് കേറുന്നെങ്കിൽ അതോടെ എല്ലാം കഴിഞ്ഞില്ലേ? ചുമ്മാ നീ നോക്കിയേ. തിരുമേനി പറഞ്ഞ ആ ലക്ഷ്മി ദേവി ഇവള് തന്നെയാ, എന്റെ ഹരിയുടെ പെണ്ണ്. ഇവൻ തന്നെയായിരിക്കും ഇവൾക്കുള്ള പയ്യൻ. ഇറങ്ങി പോടാ. മോനെ, എടാ നിന്നെ ഞാൻ വെച്ചേക്കില്ലേ, പറഞ്ഞേക്കാം. കാണിച്ചു തരടാ നിന്നെ. പോടാ. നിന്നെ കൺമുന്നിൽ കണ്ടുവരുത്.
വെച്ചിട്ടുണ്ട് അവനെ ഞാൻ. ഞാൻ പറയട്ടെ വന്നേ. എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ബഹളം ഉണ്ടാക്കരുത്, വരാൻ. ഫുൾ. അതെ അതെ, അവന് അറിയാണ്ട് പറ്റിപ്പോയതാ. ഹ, ഒരു കല്യാണ കാര്യം പറഞ്ഞ് ഞാൻ അവന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഹ, അവനോട് പറയാതെ ഞാൻ ഈ വഴിപാടിന് കൊണ്ടുവന്ന് അതിന്റെ ദേഷ്യമാ. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? അയാൾക്കൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് ആ ശാപം കൂടി വാങ്ങണോ? അല്ല മോളെ, അവൻ അത്രക്കാരനൊന്നും അല്ല. പിന്നെ ഇതെല്ലാം ദൈവനിശ്ചയല്ലേ. എന്ത് ദൈവനിശ്ചയം? മോളെ, ജീവിതത്തിൽ ചിലപ്പോ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാഴ്ചകൾ ഉണ്ടാവും. ആ കാഴ്ചയുടെ പുറത്ത് പരസ്പരമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. അമ്മ വരുന്നുണ്ടെങ്കിൽ വന്നേ. ഞങ്ങൾക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ഒരു വാടക വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാ. എന്നിട്ട് വീട് കിട്ടിയോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ പുറത്തൊന്നും അധികം പരിചയമില്ല. അതെ, ഞങ്ങളിവിടെ നേതാജി റോഡിലാ താമസിക്കുന്നത്. ആ ലൈനില് ഒരു NRA 28 വാടകയ്ക്ക് കൊടുക്കായിട്ടിരിക്കുക.